ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ദീപാവലിയാണ്. നമുക്ക് തെരളി ഉണ്ടാക്കിയാലോ? ഞാൻ തെരളി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? അതുണ്ടാക്കുമ്പോൾ നല്ല അടിപൊളി പോഞ്ച് പോലെ ഇരിക്കും. അടിപൊളിയാണ് കേട്ടോ, തിന്നാൻ നല്ല സോഫ്റ്റ് പോലെ ഇരിക്കും. എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് അറിയണ്ടേ? ഞാൻ ഗോതമ്പ് പൊടിയുടെ കൂടെ മൈദാമാവ് ചേർക്കും. ഇപ്പം 3 കപ്പ് ഗോതമ്പ് പൊടിയാണെങ്കിൽ 1.5 കപ്പ് മൈദാമാവ്, പിന്നെ ഒരു വലിയ തേങ്ങ, ഒരു 3-4 പഴം, 6 പഴമാവാം, 1 കിലോ ശർക്കര. ഇതെല്ലാം കൂടി നല്ല വൃത്തിയാണ് ഞവിടണം കേട്ടോ. എന്നിട്ട് നമ്മൾ ശർക്കര പാനി കാച്ചി വെച്ചേക്കണം. എന്നിട്ട് കല്ലുമണ്ണം ഉണ്ടെങ്കിൽ അതങ്ങ് പോകുമല്ലോ. അപ്പോൾ അത് നമ്മൾ നല്ല വൃത്തിയാണ് പഴവും തേങ്ങയും ആ ശർക്കരയും പോരെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാം. എന്നിട്ട് നല്ലതുപോലെ, ഭയങ്കര കട്ടയാവരുത് കേട്ടോ, കുറച്ച് ഒരു ഇത് വേണം. കുറച്ച് വെള്ളവും, ഒത്തിരി വെള്ളം ആവാനും പാടില്ല, അല്ലാത്തൊരു പരുവം, ഭയങ്കര കട്ടിയാവാനും പാടില്ല. നല്ലതുപോലെ ആ ഞവിടലിലാണ് ആ ടേസ്റ്റ് വരുന്നത്. എന്നിട്ട് നമ്മൾ തെരളിയില കോട്ടുമ്പം ഈ അതിൻ്റെ അടിയിൽ ചൂട്ട വലുത് വേണം, നല്ല ആവിയിൽ നല്ലോണം വേവുള്ളൂ. അതിന് ശേഷം നമ്മൾ ഇതിൽ നിറയ്ക്കുക. നിറച്ചതിന് ശേഷം നമ്മൾ ഇഡ്ഡലി കുട്ടുവത്തിൽ ആവി കയറ്റി. അതിന് ശേഷം ഇപ്പം നമുക്ക് തെരളിയില നമ്മുടെ വീട്ടിൽ ഇല്ലെന്ന് വെച്ചു, അപ്പം നമുക്ക് എന്തൊരു ചെയ്യാം? വട്ടത്താമല ഇല എടുത്ത് നമുക്ക് അതിനകത്ത് വെച്ചിട്ട് മടക്കി വയ്ക്കാം. പിന്നെ വാഴയില ഉണ്ടെങ്കിൽ വാഴയില വാട്ടിയിട്ട് അതും മുറിച്ച് നമുക്ക് മടക്കി അതിനകത്ത് വെച്ചിട്ട് ആവിയിൽ വേവിക്കാം. ഞാൻ കുറച്ച് തെരളിയിലേ ഉള്ളായിരുന്നു ഇവിടെ. ഞങ്ങളുടെ വീട്ടിലെ അപ്പുറത്ത് മരം മുറിക്കാൻ വന്നപ്പോൾ അവർ മുറിച്ച് കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇലയെ കിട്ടിയുള്ളൂ. ഇപ്പോഴത്തെ ഇലയൊക്കെ മഴയൊക്കെ ആയതുകൊണ്ട് കേടാണ്. കുറച്ച് നല്ല ഇല കിട്ടി. ബാക്കി ഞാൻ വട്ടത്താമല ഇലയ്ക്കകത്തും പിന്നെ വാഴയിലയും വാട്ടിയിട്ട് അതിൽ നിറച്ച് ആവിയിൽ വെച്ച് വേവിച്ച്. ആവിയിലാകുമ്പോൾ നമ്മൾ ഇഡ്ഡലി കുട്ടുവത്തി വെള്ളം വെച്ചിട്ട് ഇഡ്ഡലി തട്ട് കമത്തി ഇട്ടിട്ട് ഇത് പറക്കി വെച്ചാൽ മതി. അങ്ങനെ പോയാലും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ നോക്കണം. വെള്ളം വേണം, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ കൂടെ ശ്രദ്ധിക്കണം കേട്ടോ, വെള്ളമുണ്ട്. ഇപ്പം വെള്ളം ഇല്ലെങ്കിൽ കമത്തിയിട്ടാൽ കുറച്ച് വെള്ളം നമുക്ക് ആ ഇഡ്ഡലി കുട്ടത്തിൻ്റെ ഓട്ടയിൽ കൂടി കുറച്ച് തെരളി കണ്ടെടുത്ത് മാറ്റിയിട്ട് ആ ഓട്ടയിൽ കൂടി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയും ചെയ്യാം. എന്നിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് വെന്ത് വരുമ്പം അടിപൊളി എന്ന് വെച്ചാൽ നമ്മൾ ഗോതമ്പ് പൊടിയും ഇതിനകത്ത് മൈദാമാവും ഇട്ടതുകൊണ്ട് ഒരു കഴിക്കുമ്പം ഭയങ്കര കട്ടിയില്ല, നല്ല രുചിയുണ്ട്. കഴിക്കാത്തവരും കഴിക്കും കേട്ടോ. കൊച്ചുങ്ങൾക്ക് ഇഷ്ടപ്പെടും, വലിയവർക്ക് ഇഷ്ടപ്പെടും, കഴിക്കാത്ത എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്ര ടേസ്റ്റാണ്, നല്ല ഇതാണ് കേട്ടോ. പഴവും നമ്മൾ പിന്നെ തേങ്ങയും എല്ലാം കൂടി, ശർക്കര എല്ലാം കൂടി ഞവിടി. അല്ല, ചിലവർക്ക് ഇപ്പോൾ ഇലക്കകത്ത് തെരളി ഇലക്കകത്ത് ആകുമ്പോൾ നമുക്കൊരു ഏലക്കായുടെ മണം കാണും. അല്ലാത്തവർ വേണമെങ്കിൽ ഒരു ഇച്ചിരി ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് സൂപ്പറാണ്. ഒരു ദിവസമെങ്കിലും വെച്ച് നോക്കണം.